അപേക്ഷിച്ച് മതപരമായി കൂടുതൽ ചൈതന്യമുള്ള ഒരു നാടാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല നമ്മുടെ കേരളം. ബഹുമാനപ്പെട്ട മാലിക് ബിൻ ദീനാറും സഹാബത്തും കടന്നു വരികയും 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തിനെ തന്നെ പടക്കാൻ കാരണഭൂതരായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചരന്മാരോട് ഒരു പ്രസംഗം നടത്തിയപ്പോൾ ലഅൻ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ, ഒരു മനുഷ്യരെങ്കിലും നിങ്ങളെ കൊണ്ട് നന്നായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഈ ദുനിയാവിനേക്കാളും അതിലുള്ള വസ്തുക്കളെക്കാളും ഖൈറാണ് എന്ന് പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ലക്ഷക്കണക്കിന് റക്അത്തിന്റെ പ്രതിഫലം കിട്ടുന്ന ഒരുപാട് മഹത്വമുള്ള രാജ്യങ്ങളിൽ നിന്ന് പോലും സാധുക്കളായ നമ്മുടെ രാജ്യത്തേക്ക് പായക്കപ്പലുകളിലും ഒരുപാട് മഞ്ഞും മഴയും വെയിലും ശുദ്ധജലം കിട്ടാതെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ട് ഈ രാജ്യത്തേക്ക് കടന്നു വന്ന മാലിക് ബിൻ ദീനാറും സഹാബത്തും, ആ പരിശുദ്ധാത്മാക്കളായ സഹാബത്തുൽ കിറാമിന്റെ ലക്ഷ്യം എന്താണ്? അല്ലാഹുവേ, നിന്റെ ദീൻ, ആ ദീനിന്റെ ജീവനാകുന്ന ഇൽമ് ഞങ്ങളുടെ കാരണം കൊണ്ട് ആരെങ്കിലും പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്താൽ അൽഹംദുലില്ലാഹ്, ഞങ്ങൾ മരിച്ചുപോയാലും ഞങ്ങൾക്കതിന്റെ പ്രതിഫലം എന്നേക്കുമായി ഞങ്ങളുടെ ഖബറിലേക്ക്, ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് കടന്നു വരും എന്ന് മനസ്സിലാക്കിക്കൊണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ അത്രയും പ്രയാസം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ രാജ്യത്തേക്ക് കടന്നു വന്നത്. ആ മഹാന്മാർ ഇവിടെ ദീൻ പ്രബോധനം നടത്തിയപ്പോൾ ഈ രാജ്യത്ത് അള്ളാഹുവിന്റെ ദീനിന്റെ സമത്വ സുന്ദരമായ നിയമങ്ങൾ പ്രവർത്തനത്തിൽ അവർ കാണിച്ചു കൊടുത്തപ്പോൾ അൽഹംദുലില്ലാഹ്, അത് ജീവിതത്തിൽ ഏറ്റുവാങ്ങി നമ്മുടെ രാജ്യത്ത് ഒരുപാട് മുഅ്മിനീങ്ങൾ, ഒരുപാട് പണ്ഡിതന്മാർ, ഒരുപാട് സ്വാലിഹീങ്ങൾ ഇവിടെ വളർന്നു വന്നു. അവർ നമുക്ക് പഠിപ്പിച്ചു തന്നു അള്ളാഹുവിന്റെ ദീൻ. ആ ദീൻ പഠിപ്പിച്ചു തന്നതിന്റെ ഒരു ചെറിയ ഭാഗമാണ് നമ്മുടെ നാട്ടിലുള്ള മദ്രസ സ്ഥാപനങ്ങളും മറ്റു ദീനീ സ്ഥാപനങ്ങളും പള്ളികളും ഒക്കെ. അതിൽ നിന്നും അതിന്റെ പുരോഗമന പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വേദികളും അതുപോലെ അവർ പഠിപ്പിച്ചു തന്നതായ ഇൽമിൽ നിന്ന് കേട്ടു മനസ്സിലാക്കി ജീവിതത്തിന് മാറ്റം വരുത്തി അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടിയാണ് ഈ മഹത്തായ പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ മർമ്മപ്രധാനമായ വിഷയം ഇൽമ്, ഇബാദത്ത് എന്നുള്ളതാണ്. അതിൽ കൂടെയാണ് അള്ളാഹുവിന്റെ പൊരുത്തം നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. അള്ളാഹുവിന്റെ പൊരുത്തമാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യമാണ് ഇൽമ്, ഇബാദത്ത്. വറിദ്വാനും മിനല്ലാഹി അക്ബർ, അള്ളാഹുവിൽ നിന്നുള്ള ചെറിയ ഒരു പൊരുത്തം തന്നെ അക്ബർ, വലിയതാണ്. ആ റബ്ബിന്റെ പൊരുത്തമാണ് നമ്മുടെ ലക്ഷ്യം. ആ പൊരുത്തം നേടിയെടുക്കാൻ നമുക്ക് ആവശ്യമായത് എന്താണ്? ഏത് വിഷയത്തിന്റെയും കാതലായ വശം, ഏത് വിഷയവും നമുക്ക് മനസ്സിലാക്കിയെടുക്കണമെങ്കിൽ, അതിന്റെ ഫായിദ നമുക്ക് ലഭിക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിജ്ഞാനം ആവശ്യമാണ്. അപ്പോൾ നാം ആരും കണ്ടിട്ടില്ലാത്ത, നമ്മെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സർവശക്തനായ സർവജ്ഞനായ ഒരു റബ്ബുണ്ട്. ആ റബ്ബിന്റെ പൊരുത്തം നമുക്ക് നേടിയെടുക്കണമെങ്കിൽ അതിന്റെ മെത്തേഡ് എങ്ങനെയാണ്, അത് ഏത് റൂട്ടിൽ കൂടെയാണ് ഞാൻ സഞ്ചരിക്കേണ്ടത്, എങ്ങനെയാണ് എന്റെ മനസ്സ വാച കർമ്മണ ഞാൻ ജീവിക്കേണ്ടത് എന്ന് മനുഷ്യൻ മനസ്സിലാക്കണമെങ്കിൽ അവനിക്ക് ഇൽമ് വേണം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ ദീനിൽ ഇൽമ് പഠിക്കുന്നതിനും പഠിപ്പിക്കുന്നതിനും
ഇൽമിന്റെ മജ്ലിസിനുമൊക്കെ വലിയ പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. നിങ്ങളിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു നൽകുകയും വിശ്വാസമുള്ളതിനോടുകൂടെ ഇൽമു നൽകപ്പെട്ടതായ ആളുകൾ അല്ലാഹു അവരെ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയർത്തുമെന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. അചഞ്ചലമായ വിശ്വാസവും അർഹതപ്പെട്ട ഇൽമും അല്ലാഹു ഒരു മനുഷ്യന് നൽകിയാൽ അത് വലിയ പദവിയിലേക്ക് ആ മനുഷ്യനെ എത്തിക്കുന്നതാണ്. ആലിമീങ്ങളെ മുഅല്ലിമീങ്ങളെ ഒക്കെ ആദരിക്കൽ ചടങ്ങ് കൂടി ഇന്നലെ ഇവിടെ കഴിഞ്ഞല്ലോ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു, മൻ വഖറൽ ഉലമാ, ആരെങ്കിലും ആലിമീങ്ങളെ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ ഫഇന്നഹും, അവർ അല്ലാഹുവിനെയാണ് ബഹുമാനിച്ചിരിക്കുന്നത്. അവര് അല്ലാഹുവിനെയാണ് ബഹുമാനിച്ചിരിക്കുന്നത്, അല്ലാഹുവിന്റെ ഹബീബിനെയാണ് ബഹുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ആലിമീങ്ങളെ ആദരിക്കലും ബഹുമാനിക്കലും ഒക്കെ നമുക്ക് നല്ലതാണ്. അത് എന്തുകൊണ്ടാണ്? ഇതിന്റെ പവർ നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്മാർ, അല്ലാഹുവിന്റെ അടിമകൾ, പരിപൂർണ വിശ്വാസത്തോടുകൂടെ ഇൽമു നേടിയെടുത്ത സ്വാലിഹീങ്ങൾ, ആരിഫീങ്ങൾ, ആ മഹാന്മാരാണ് നമ്മുടെ യഥാർത്ഥ ഡോക്ടർമാർ. ആ ഡോക്ടർമാരുടെ നിർദ്ദേശമാണ് ജീവിതത്തിൽ നാം ഉൾക്കൊള്ളേണ്ടത്. അതുകൊണ്ടാണ് മഹാനായ ഇമാം യാഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്, വലൈസ തബീബുൻ ഫീ ജമീൽ വറാസിവ തബീബു ഖുലൂബിൻ ഔ തബീബു മആലിമി. മനുഷ്യന്റെ ശാരീരികമായ രോഗ ചികിത്സക്ക് വേണ്ടുന്ന ചികിത്സ ചെയ്യുന്നവരല്ല സാക്ഷാൽ ഡോക്ടർ. അനാചാരങ്ങളുടെ പടുകുഴിയിലേക്ക് കടന്നു പോകുന്ന ഇരുട്ടിൽ കുടുങ്ങിയ വ്യക്തിയെ അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത് അതിൽ കൂടെ സൽപാന്താവിലേക്ക് ക്ഷണിക്കുകയും അതിൽ കൂടെ സഞ്ചരിപ്പിക്കുകയും ചെയ്യുന്ന ആത്മാർത്ഥതയുള്ള പണ്ഡിതൻ, അതുപോലെ തന്നെ ആരിഫീങ്ങളായ മനുഷ്യന്റെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് മറഞ്ഞു കിടക്കുന്ന മാരകമായ രോഗങ്ങൾ മനസ്സിലാക്കി ചികിത്സ നടത്തുന്ന ആരിഫീങ്ങളായ ഔലിയാക്കൾ, ഇവരാണ് സാക്ഷാൽ ഡോക്ടർമാര്. അവരുമായുള്ള ബന്ധം അത് നമുക്ക് കൂടാതെ കഴിയില്ല. ഉസ്താദേ, ഞങ്ങൾക്കതിന് സാധ്യമായി വന്നില്ലെങ്കിലോ അതിന് പരിഹാര മാർഗമുണ്ട്, മഹാന്മാർ നിർദ്ദേശിച്ചിട്ടുണ്ട്. എത്രത്തോളം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം എന്ന് പറയുന്ന പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ രേഖപ്പെടുത്തുന്നു, ഹാദാ യദുല്ലു അലാ അന്നൽ മുരീദ ലാ സബീല ലഹു ഇലൽ വുസൂലി ഇലാ മഖാമാത്തിൽ ഹിദായ ഇലാ മഖാമാത്തിൽ ഹിദായത്തി വൽ മുകാശഫ ഇല്ലാ ഇദഖ്തദാ ബിശൈഖിൻ യുഹ്ദി ഇലാ സവാഇസ് സബീൽ ويجنبه عن مواقع الأغاليط والأضاليل وذلك لأن النقص غالب على أكثر الخلق وعقولهم غير وافية بإدراك الحق وتمييز الصواب عن الغلط فلا بد من كامل يقتدي به الناقص حتى يتقوي عقل ذلك الناقص بنور عقل ذلك الكامل فحينئذ يصل إلى مدارج السعادات. എന്തേ ഞാൻ പറഞ്ഞത് നിങ്ങൾ മനസ്സിലാക്കണം. മഹാനായ ഇമാം റാസി തങ്ങൾ രേഖപ്പെടുത്തുകയാണ്, മനുഷ്യ, നിനക്ക് കൂടാതെ കഴിയില്ല ഒരു ഡോക്ടർ. ആരാണ് ആ ഡോക്ടർ? ഫലാ ബുദ്ദ മിൻ കാമിലിൻ യഖ്തദീ ബിഹിൻ നാഖിസു. നാഖിസായ, ചുരുക്കമുള്ള, ഫുൾ കണ്ടീഷൻ ഇല്ലാത്ത നമ്മളെ പോലെയുള്ള ആളുകൾ, അവർ ആ കാമിലായ മഹാന്മാരായ ഡോക്ടർമാരോട് ഒരു പ്രത്യേകമായ ബന്ധം വേണം, അവരോടൊരു ശിഷ്യത്വം വേണം, അവരുടെ ആശീർവാദം സ്വീകരിക്കണം. അവരുമായി പ്രത്യേകമായ ഒരു ബന്ധവും കണക്ഷനും നിനക്ക് അത്യാവശ്യമാണ്. ലാ ബുദ്ധ, കൂടാതെ കഴിയില്ല. ഇമാം റാസി തങ്ങൾ പറയുന്നു. കാരണം വിവരിക്കുകയാണ് മഹാനവറുകൾ. ആ മഹാന്മാരുടെ ബുദ്ധിയുടെ പൂർണ്ണത കൊണ്ട്, അവിടുത്തെ പ്രകാശം കൊണ്ട്, അവിടുത്തെ ബുദ്ധിയുടെ പ്രകാശം കൊണ്ട് നീ ഉന്നതമായ സ്ഥാനത്തേക്ക് ഉയരാൻ ഇത് നിനക്ക് ആവശ്യമാണ്.
അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആവശ്യമാണ്. അവരാണ് സാക്ഷാൽ ഡോക്ടർമാര്. ഒരുപക്ഷെ അത്തരത്തിലുള്ള കാമിലായ മഹാന്മാര്, ആരിഫീങ്ങള്, അവരുമായി ബന്ധപ്പെടാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിലോ എന്നാണ് എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് ചോദിക്കാനുള്ളതെങ്കിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ ഇമാം റാസി തങ്ങൾ 190-ാമത്തെയും 189-ാമത്തെ പേജിലും ഒന്നാം ജുസുവിൽ തന്നെ അദ്ദേഹം രേഖപ്പെടുത്തിയതാണ് ഇതെങ്കിൽ സുപ്രസിദ്ധ പണ്ഡിതന്മാരായ മഹാന്മാര് രേഖപ്പെടുത്തുന്നു, സ്വാലിഹീങ്ങളുമായി എനിക്ക് ബന്ധം വേണം. ഈ ബന്ധം നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ആ സ്ഥാനത്തേക്ക് വേണ്ടത് അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി, ആ ഹബീബിന്റെ ഹളറത്തിലേക്ക് പരമാവധി സമയവും നീ ചെലവഴിച്ചുകൊണ്ട് സ്വലാത്ത് ചൊല്ലിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എന്റെ സഹോദരിമാരെ, സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, എന്താണ് ഉസ്താദ് വിഷയത്തിന്റെ തുടക്കത്തിൽ തന്നെ സ്വലാത്ത് ചൊല്ലാൻ പറയുന്നത്? കാര്യഗൗരവങ്ങൾ പറയുന്നതിന്റെ മുമ്പ് തന്നെ സ്വലാത്തിലേക്ക് എന്തേ കടന്നത്? മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ നബി തങ്ങളോട് പറയുന്നു, നബിയെ, എന്റെ മുഖ്യമായ നിർബന്ധമായ സമയങ്ങൾ കഴിച്ചു ബാക്കിയുള്ള ടൈമിൽ നിന്ന് മിക്കവാറും സമയം അതിന്റെ 1/3 ഭാഗം നബി തങ്ങളുടെ ഹളറത്തിലേക്ക് ഞാൻ സ്വലാത്ത് ചൊല്ലാൻ തീരുമാനിക്കുന്നു. നബി തങ്ങൾ പറഞ്ഞു, ഉബയ്യേ, ഫൈൻ സിത്ത വഹുവ ഖൈറുൽ ലക, അതിനേക്കാൾ കൂടുതൽ എനിക്ക് നീ സ്വലാത്ത് ചൊല്ലുകയാണെങ്കിൽ ഖൈറാണ് ഉബയ്യേ. രണ്ടാമതും ചോദിച്ചു, നബിയെ, എന്റെ സമയത്തിന്റെ പകുതി ഭാഗവും ഞാൻ നബി തങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോഴും പറയുന്നു നബി തങ്ങൾ, ഫൈൻ സിത്ത വഹുവ ഖൈറുൽ ലക, അതിനേക്കാൾ കൂടുതൽ നീ സ്വലാത്ത് ചൊല്ലിയാൽ നിനക്കത് ഖൈറാണ് ഉബയ്യേ. മൂന്നാമതും പറഞ്ഞു, എന്റെ സമയത്തിന്റെ നിർബന്ധമായ സമയങ്ങൾ കഴിച്ചു ബാക്കി എനിക്ക് കിട്ടുന്ന ഫ്രീ ആയ ടൈം മുഴുവനും എന്റെ ഹബീബിന്റെ ഹദറത്തിലേക്ക് സ്വലാത്തു ചൊല്ലാൻ ഞാൻ ഉപയോഗിക്കുന്നു നബിയേ. അവിടുത്തെ അനുചരന്മാരിൽ നിന്ന് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ശ്രദ്ധിക്കണം ഉമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. എന്നാൽ ഇദൻ തുക്ഫാ ഹമ്മുക വതുഗ്ഫറു ദംബുക, നിന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുകയും നിന്റെ സർവ്വ ടെൻഷനും നീങ്ങിപ്പോകും ഉബയ്യേ. നബിയുനാ റസൂലുള്ളാഹി. എന്റെ സഹോദരി സഹോദരന്മാരെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മഹാന്മാരായ കാമിലായ ഔലിയാക്കൾ, ആരിഫീങ്ങൾ, സാദാത്തുക്കളായ ഡോക്ടർമാർ, ആ ഡോക്ടർമാരുമായുള്ള ശിഷ്യബന്ധം നിനക്ക് കഴിയില്ല എങ്കിൽ ആ സ്ഥാനത്ത് നീ ചെയ്യേണ്ടത്, ഒരു മുറബ്ബിയായ ശൈഖ് നിന്നെ നിയന്ത്രിക്കേണ്ട സ്ഥാനത്ത് നിയന്ത്രിക്കാൻ നിനക്ക് ആളെ കിട്ടിയിട്ടില്ലെങ്കിൽ നീ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദറത്തിലേക്ക് ധാരാളം സ്വലാത്ത് ചൊല്ലിക്കോ. അക്സിറു അലയ്യ മിനസ് സ്വലാ, എന്റെ മേൽ നിങ്ങൾ ധാരാളം സ്വലാത്ത് ചൊല്ലണം. ഫഇന്നഹാ തുത്ഫിഉ ഗളബൽ ജബ്ബാർ, പടച്ചവന്റെ ദേഷ്യത്തെ നിങ്ങൾക്കത് കെടുത്തിക്കളയും. വതുഹവ്വിനു കൈദ ശൈത്താൻ, ശൈത്താന്റെ വഞ്ചനകളെ നിങ്ങൾക്കത് പോക്കിക്കളയും. എത്ര വലിയ ആനുകൂല്യമാണ്! അള്ളാഹുവിന്റെ ദേഷ്യം നമുക്ക് പറ്റൂല. വരിദ്വാനും മിനല്ലാഹി അക്ബർ, കുറഞ്ഞ പൊരുത്തെങ്കിലും കിട്ടിയാൽ അത് ഏറ്റവും വലുതാണ്. അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ബുദ്ധിജീവികളായ മഹാന്മാര് മുഴുവനും ഈ നശ്വരമായ ഭൂലോകത്തിലുള്ള നൈമിഷികമായ ജീവിതത്തിൽ ഇവിടുത്തെ ആഡംബരങ്ങളൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട്, സർവം വലിച്ചെറിഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ചത് എന്ന് ചരിത്രം നമ്മെ പഠിപ്പിക്കുമ്പോൾ എന്തേ കാരണം? ഇന്നലില്ലാഹി ഇബാദൻ ഫുതന തലഖു ദുനിയാ വഖാഫുൽ ഫീതന നളറു ഫീഹാ ഫലമ്മാ അലിമു അന്നഹാ ലൈസത് ലിഹയ്യിൻ വതനാ. ഈ ദുനിയാവ് ശാശ്വതമായി ജീവിക്കുന്ന ഒരു വീടല്ല എന്നും, ഈ ദുനിയാവിൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഇതൊരു ശാശ്വത വീടാക്കി പെരുമാറേണ്ട സ്ഥലമല്ല എന്നും, ഇവിടെ വഞ്ചനയുടെ വീടാണ്, ഇത് നഷ്ടപ്പെട്ടു പോകുന്ന വീടാണ്, ഇത് വിട്ടുകടന്നു പോകുന്ന വീടാണ്. അദ്ദുനിയാ ദാറു നഫാസ്,
ഹാദ്, ഇത് നഷ്ടപ്പെട്ടു പോകുന്ന വീടാണ്. മർക്കബൂർ, വിട്ടുകടന്നു പോകുന്ന വാഹനമാണ് എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിയ ബുദ്ധിജീവികളായ മഹാന്മാരും മഹതിമാരും അവരുടെ സമയത്തിന്റെ വില മനസ്സിലാക്കി റബ്ബിന്റെ പൊരുത്തം ലഭിക്കാനുള്ള പ്രവർത്തനത്തിലേക്ക് കടന്നുപോയി.